ധർമ്മവിലാസം സ്കൂളിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ ഞാൻ പോയി ചേരുന്നത് ഇവിടുന്ന് 3 കിലോമീറ്റർ നടക്കണം. 3 അല്ല, ഒരു 2-2.5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ അവിടേക്ക് പോയിട്ട് കഴിമ്പ്രം VPM UP സ്കൂളിൽ നിന്നാണ്, വാലിപ്പറമ്പിൽ പാറൻ മെമ്മോറിയൽ സ്കൂളിൽ നിന്നാണ് എൻ്റെ UP സ്കൂളിൽ നിന്നാണ് എൻ്റെ പേര്. VPM UP സ്കൂളിൽ നിന്നാണ് അതിന് പറയുക. അപ്പോൾ ആ സ്കൂളിലാണ് ഞാൻ 5 തൊട്ട് 7 വരെ പഠിച്ചിട്ടുള്ളത്, 3 വർഷം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 3 കിലോമീറ്റർ അകലെയുള്ള വലപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് പോകുന്നു. അവിടെയാണ് നമ്മുടെ 8, 9, 10 10ാം ക്ലാസ്സിൽ തോക്കുന്നു, ആദ്യത്തെ വട്ടം. പിന്നീട് എഴുതുന്നു, ഒരു ട്യൂട്ടോറിയൽ പോയിട്ട് കമ്പൈൻ ട്യൂട്ടോറിയൽ പോയി പഠിക്കുന്നു, ഒരു അടുത്തതിൽ തന്നെ നമ്മൾ ജയിക്കുന്നു. പിന്നെ കോളേജ്, നാട്ടിക SM കോളേജ്, അവിടെ ആർട്സ് സബ്ജക്റ്റിൽ നമ്മൾ 2 വർഷം പഠിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ സമയത്താണ് മറ്റേ കല പഠിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഉണ്ടാവുന്നത്. അങ്ങനെ അതിനുള്ള മാർഗം അന്വേഷിച്ചപ്പോഴാണ് തൃശ്ശൂർ സ്ഥാപനം ഉണ്ടെന്ന് അറിയണത്. അപ്പം അന്ന് എനിക്ക് ആരും സഹായിക്കാനൊന്നുമില്ല, നമ്മൾ തന്നെ ഉണ്ടാവുന്ന ഇതേപോലെ ഫോണോ സൗകര്യങ്ങളോ ഒന്നുമില്ലല്ലോ അന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആരോ ഒരാളെന്നോട് പറഞ്ഞു തൃശ്ശൂർ ഒരു സ്ഥാപനം ഉണ്ടെന്ന് എന്നോട് ഇങ്ങനെ പറയുന്നു. അത് ഞാൻ ട്യൂട്ടോറിയൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കേട്ടിരുന്നതിനെ കുറിച്ചിട്ട്. അപ്പം അത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി ചേരുന്നു. അവിടെ സാമുവൽ മാസ്റ്റർ സ്കൂൾ ഓഫ് ആർട്സ്. അവിടുത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ചേരാൻ, ഫീസ് കൊടുക്കണം. ഹയർ ആൻഡ് ലോവർ എഴുതും, ആദ്യം ലോവർ എഴുതി പിന്നെ ഹയർ എഴുതും. അപ്പം അതുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് ഹയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ സ്കൂളുകളിലേക്ക് നമുക്ക് ഡ്രോയിങ് മാഷായിട്ട് ചേരാൻ പറ്റും. പക്ഷെ ഡ്രോയിങ് മാഷാവുന്നുള്ളത് നമ്മുടെ ഒരു ഏരിയയിലാണ്, കലാകാരനാവണം. അപ്പോൾ അവിടെ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ചെയ്യാവുന്ന മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് അതൊന്നല്ല നമുക്ക് വേണ്ടത്, നമുക്ക് എന്തോ കിട്ടാനുണ്ട്. അപ്പോൾ അടുത്ത് തന്നെയുള്ള ഗവൺമെൻറ് ഓക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ ചേർന്നു. അവിടെ ഡിപ്ലോമയാണ്, 5 വർഷത്തെ കോഴ്സ്. അത് ഞാൻ 1.5 വർഷം പഠിച്ചു. അവിടെ അഡ്മിഷൻ എഴുതി ടെസ്റ്റ് എഴുതി കടന്ന് ഞാൻ അവിടെ 1.5 വർഷം പഠിച്ചു. അപ്പോഴത്തേനും എനിക്കത് ബോറടിച്ചു തുടങ്ങി. കാരണം അവിടെ ചെയ്യുന്നതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ ചില അക്കാഡമിക് സ്റ്റഡി ആയിരുന്നു. അവിടെ ഒരു പ്രത്യേക രീതിയിൽ ഉള്ളൊരു പഠന സമ്പ്രദായമുണ്ട്. എല്ലാവരും ഒരു ഒബ്ജക്റ്റ് വെച്ച് ഒരു മനുഷ്യനെ വരയ്ക്കുന്നതിന് ഒരു രീതിയുണ്ട്. ബ്രിട്ടീഷ് അക്കാഡമിക് രീതിയിൽ നിന്നുണ്ടായി വന്ന ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച സ്ഥാപനം തന്നെയാണ് ഈ ഓക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. കലയിലും ക്രാഫ്റ്റിനും ഇപ്പോൾ കൂട്ടിയിണക്കിക്കൊണ്ട് അവർ ഉണ്ടാക്കിയുള്ള സ്ഥാപനങ്ങളിൽ ഒന്നാണ് അത്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ പക്ഷെ എളുപ്പമെന്നല്ല, പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ടായില്ല. പഠിച്ച സാധനങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൊണ്ട് നമുക്ക് തൃപ്തി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1.5 വർഷമായപ്പോഴത്തേക്കും നമുക്ക് തിരുവനന്തപുരത്ത് അഡ്മിഷൻ്റെ ഒരു ടൈം വന്ന സമയത്ത് ഞാൻ അവിടെ അപേക്ഷിക്കും. എനിക്ക് തിരുവനന്തപുരത്ത് ചേരാൻ പറ്റി, അഡ്മിഷൻ കിട്ടി. അവിടുത്തെ കോഴ്സ് ഞാൻ ഫിനിഷ് ചെയ്യുന്നത് 5 വർഷത്തെ കോഴ്സാണ്. അത് ഞാൻ ഫിനിഷ് ചെയ്യുന്ന 6 വർഷം. കാരണം അതിന് എനിക്ക് ഞങ്ങളുടെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി സമരം ഉണ്ടായിരുന്നു. അത് വെറും സമരമല്ല, അത് നല്ല പഠന സമ്പ്രദായങ്ങൾക്കും കലയുടെ തന്നെ നിലനിൽക്കുന്ന കോളേജിലുണ്ടായിരുന്ന പോരായ്മകൾക്കും ഒക്കെ എതിരായിട്ടുള്ളൊരു സമരമായിരുന്നു. അധ്യാപകന്മാരെന്നൊക്കെ പറഞ്ഞാൽ അത് പോരാ, നമുക്ക് ഓരോന്നും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അധ്യാപകർ വേണമെന്നുള്ളതും പാഠ്യസമ്പ്രദായങ്ങൾ വേണമെന്നുള്ളതും സൗകര്യങ്ങൾ വേണമെന്നുള്ളതും ഒക്കെ എടുത്തുള്ള സമരമായിരുന്നു. അത് ഇന്ത്യയിൽ ഏറ്റവും നീണ്ടു നിന്നൊരു സമരങ്ങളൊന്നാണ്. അത് 1 വർഷത്തോളം നീണ്ടു നിന്നത്. അത് കാരണം എനിക്ക് 1 വർഷം നഷ്ടപ്പെടുകയും 6 വർഷം എനിക്ക് അവിടെ പഠിക്കേണ്ടി വരും. 5 വർഷം എന്നുള്ളത് 6 വർഷമായി മാറി. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് പാസ്സായി. പിന്നെ കുറച്ച് നാളെ നമ്മൾ ഒരു സംഘം സുഹൃത്തുക്കളുണ്ടായിരുന്നു. നമ്മൾ കോളേജിൽ നിന്ന് തന്നെ ആരംഭിച്ച ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം എന്ന് പറഞ്ഞാൽ വെറും സൗഹൃദമല്ല, അതൊരു ഐഡിയോളജിക്കൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു. ഒരു കലയെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോൾ അവർ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത് ടൈമായിരുന്നു. അത് 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ബറോഡയിൽ അഡ്മിഷൻ എഴുതി, എനിക്ക് കിട്ടി. വെറുതെ കിട്ടിയതല്ല, എന്നാൽ ഞാനവിടെ താമസിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വരച്ചിട്ടുള്ള ചിത്രങ്ങളിൽ കുറേ ചിത്രങ്ങളിൽ റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായ സമയത്ത് ഫസ്റ്റ് എക്സിബിഷനായിരുന്നു, ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ട് വേറെ ഫാക്കൽറ്റിയിൽ വെച്ചിട്ട് അവരുടെ ആർട്ട് എക്സിബിഷൻ ഹോളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡയലോഗ് എന്ന് പറയുന്ന ഷോയിൽ എൻ്റെ തിരുവനന്തപുരത്ത് ഞാൻ പഠിച്ചിരുന്നപ്പോൾ ചെയ്തിരുന്ന വർക്ക്, ഫൈനൽ ഇയറിൽ പഠിച്ചിരുന്ന വർക്കുകൾ അവിടെ വെച്ചിരുന്നു. ഒരു ഗ്രൂപ്പ് ഷോ ആയിരുന്നു, 1-ാം ഷോ ആയിരുന്നു. ആ ഷോയിലെ വർക്ക് കണ്ടിട്ടാണ് ഗുലാം മുഹമ്മദ് ഷേഖ് എന്നാണ് പ്രസിദ്ധനായിട്ടുള്ള കലാകാരൻ
അവിടുത്തെ അധ്യാപകൻ പ്രൊഫസറായിരുന്നു പെയിൻറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അയാൾ എന്നെ ഇൻവൈറ്റ് ചെയ്യണില്ല, എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ചേരൂ ഈ സ്ഥാപനത്തിൽ എന്ന് പറഞ്ഞിട്ട് എന്നെയും രാജനെയും ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ അത് വെറുതെ ടെസ്റ്റ് ചെയ്ത് കിട്ടിയാൽ എന്നാലും ആ പ്രൊസീജിയറിൽ കൂടെ ടെസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പ്രൊസീജിയറിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ ചെയ്തത്. അങ്ങനെ കിട്ടി. നമ്മൾ ആദ്യം MA ചേർന്നു. പിന്നെ ഞാൻ MA ഡിപ്ലോമയിലേക്ക് മാറും, പോസ്റ്റ് ഡിപ്ലോമയിലേക്ക് മാറും. കാരണം അത് MA കുറേ ആർട്ടിസ്റ്റ് ക്ലാസ്സിലേക്ക് ഇരിക്കണം, അതെനിക്ക് ഭയങ്കര ബോറടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർന്നു. പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള ആർട്ടിസ്റ്റ് ഞാൻ വേറെ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കണ്ടേ. പിന്നെ അവർ പഠിപ്പിക്കുന്ന ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള ബോറടിക്കുന്ന രീതിയിലുള്ള പഠന സമ്പ്രദായങ്ങൾ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പഠിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ. അങ്ങനെ പിന്നെ കുറേ കാലം അത് കഴിഞ്ഞ് അവിടെ പിന്നെ വരയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും ഒരുപാട് കൺഫ്യൂഷനുകളും നമ്മുടെ ഫിലോസഫിക്കലായിട്ടുള്ള പ്രോബ്ലങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അലട്ടാൻ തുടങ്ങി. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഇതിലേക്ക് കിടക്കണം നമ്മൾ പീരീഡായിരുന്നു. പിന്നെ അതൊരു അലച്ചിലായിരുന്നു. ചിത്രം വരെ വന്നത് തന്നെ അല്ലെങ്കിൽ എൻ്റെ ഒരു വഴിയായിട്ട് ചിത്രകല ഞാൻ തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിൽ പ്രത്യേക സമയത്ത്. പക്ഷെ കടലുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ വളരെ നേരത്തെ. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിക്ക് മുമ്പോ എന്നോ ഞാൻ ആദ്യം ജനിച്ചു വീണ് കേൾക്കുന്ന ശബ്ദം കടലിൻ്റെ ശബ്ദമായിരിക്കണമല്ലോ. ആ ശബ്ദവും ഞാനും ആണ് ആദ്യം ഇണങ്ങുന്നത്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് അത് വിഷ്വലായി മാറുന്നു. പിന്നീട് പ്രത്യേക സമയത്ത് ഞാൻ കടൽ കാണുന്നു, കാറ്റടിക്കുന്നു. കടലാണ്, കടലിൽ നിന്ന് പിടിച്ചിട്ടുള്ള മത്സ്യത്തിൻ്റെ മണം ഈ പ്രദേശത്തും പരക്കുന്നു. മീൻ പിടിക്കുന്ന മുക്കുവരുടെ ഇടയിൽ ജീവിക്കുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന സാധനമാണ് കടൽ. ഈ കടലിൽ കിടന്ന് തിമിർത്ത് കളിച്ച് വളർന്നവരാണ് ഞാൻ, ഓടിക്കളിച്ച് ഈ കടപ്പുറത്ത്. എൻ്റെ ചിത്രങ്ങൾ നോക്കിയിട്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മിക്ക ചിത്രങ്ങളിലും കടൽ ഒരു പശ്ചാത്തലമായിട്ട് വരുന്നുണ്ടല്ലോ. എന്നാൽ ഒരു റിയലിസ്റ്റിക് കടലല്ലെങ്കിലും ഒരു കടല് പശ്ചാത്തലമായിട്ട് വരുന്നുണ്ടല്ലോ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ മരങ്ങൾ അല്ലെങ്കിൽ ഒരു സജഷൻ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു തെങ്ങ് നിൽക്കുന്നു, 2 തെങ്ങ് നിൽക്കുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു വ്യൂ പോലെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യൂ എന്തുകൊണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കടപ്പുറത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വീട് കടപ്പുറത്താണ്. ഈ കടപ്പുറത്ത് ആയിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിക്ക ഈവനിങ്ങളിൽ സായാഹ്നങ്ങളിലൊന്നും ഇവിടെ ഒരു മനുഷ്യനുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇവിടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അനാഥ ശവങ്ങളെ കുഴിച്ചിടുന്ന ഒരു സ്ഥലം. വസൂരി പോലുള്ള അസുഖങ്ങൾ, അപകട മരണങ്ങൾ, അതുപോലെ വീട്ടിൽ കുഴിച്ചിടാനും ഒക്കെ സൗകര്യമില്ലാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടു കുഴിച്ചിട്ടിരുന്നൊരു സ്ഥലമാണ്. കഴുനായക്കുന്ന് എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. ഇവിടെ സർദാറിന്റെ ഇപ്പോൾ കാണുന്ന ഒരു
അനുസ്മരണമായിട്ട് ബന്ധപ്പെട്ട് പൊടിയായിട്ട് സർദാരിനെ പോലീസുകാർ തല്ലിക്കൊന്നിട്ട് രാത്രി കൊണ്ട് കുഴിച്ചിട്ട സ്ഥലമാണ്. കാരണം ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് കുഴിച്ചിട്ടിരുന്നൊരു സ്ഥലമായിരുന്നു. ഒരു സഖാവ് അയാളുടെ സത്യസന്ധതയ്ക്ക് കിട്ടിയിട്ടുള്ള പ്രതിഫലം ആയിട്ടാണ് പോലീസുകാർ തല്ലിക്കൊന്നത്. അപ്പൊ ഈ കടപ്പുറത്ത് ആരും വരില്ല സന്ധ്യ കഴിഞ്ഞ്. പിന്നെ ഞാനാണ് ഇവിടെ ഉണ്ടാവുക. എന്നുവെച്ചാൽ പകൽ വരില്ല എന്നല്ല പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞാനല്ലാതെ ഈ കടപ്പുറത്ത് വേറെ ആരും ഉണ്ടാവില്ല. അപ്പോഴാണ് എൻ്റെ ലോകം ഇവിടെ ഞാൻ തുറക്കാൻ മിക്കപ്പോഴും പാട്ടുപാടുകയും നഗ്നാവുകയും കാമിക്കുകയും പ്രേമിക്കുകയും കരയുകയും അലറി വിളിക്കുകയും എൻ്റെ എല്ലാ ഭ്രാന്തുകളും എൻ്റെ എല്ലാ വികാരങ്ങളും ഞാൻ പുറത്തെടുത്തുള്ളത് ഈ കടപ്പുറത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ എൻ്റെ മിക്ക വർക്കുകളിലും കടൽ ഒരു പശ്ചാത്തലമായിട്ട് മാറിയിട്ടുള്ളത്. '98 തൊട്ടിട്ടാണ് പിന്നെ നമ്മൾ വരയ്ക്കാൻ തുടങ്ങിയ ആ ചിത്രങ്ങൾ. ഇപ്പോൾ 2003 ആകുമ്പോഴത്തേനും ഒരു വലിയ ബോഡി ഓഫ് വർക്കായി മാറി. ആ സമയത്താണ് ബോംബെയിൽ ഒരു എക്സിബിഷൻ ഫൈൻ ആർട്സ് റിസോഴ്സ് ഉഷ മർച്ചൻ്റായിരുന്നു. അവർ ഗാലറി ഇല്ലെങ്കിലും അവർ ഗാലറി മറ്റ് സ്പേസുകൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് നടക്കുക. ആദ്യത്തെ എൻ്റെ സോളോ ഷോ അങ്ങനെ നടക്കുകയാണ് ബോംബെയിൽ ഫൈൻ ആർട്സ് സെൻ്ററിൽ വെച്ചിട്ട്. അതൊരു വൻ സക്സസ് ആയി മാറി. അതോടുകൂടിയിട്ട് ഞാൻ ബോംബെയിലേക്ക് താമസം മാറ്റുന്നു, അവിടെ താമസിക്കാൻ തുടങ്ങി. പിന്നെ കാരണം ഞാൻ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. ഒരുപാട് സമയമെടുക്കും എൻ്റെ വരയ്ക്ക്. അതുകൊണ്ട് അത് വലിയൊരു പ്രോസസ്സിൽ കൂടെയാണ് അത് ചിത്രം ഉണ്ടായി വരുന്നത്. അതുകൊണ്ടാണ് ആ സമയം എടുക്കുന്നത്. അപ്പോൾ സ്കെച്ചുകളിൽ കൂടെ വികസിച്ച് പിന്നെ പെയിൻറ്റിങ്ങിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പലതും കടന്നു വരികയും പോവുകയും പോകുന്നതോടുകൂടി അത് വെറുതെ പോവല്ല, വേറൊരു സാധനമായി ട്രാൻസ്ഫോം ചെയ്യും. അങ്ങനെ അവസാനം തെളിഞ്ഞ് വരുന്ന ഒരു പ്രോസസ്സാണ് ചിത്രകലയിൽ എൻ്റെ പ്രോസസ്സ്. അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് പലതും യാത്രകളും ഒക്കെ നമുക്ക് ആവശ്യമാണല്ലോ. പിന്നെ ഒന്നും ചെയ്യാതിരിക്കലും അതിൻ്റെ ധ്യാനാത്മകമായിട്ടിരിക്കലും ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോസസ്. അപ്പം വരയുടെ മൊത്തം ജീവിതത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് ചിത്രകല പ്രാധാന്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് മൊത്തം ജീവിതം ശ്രദ്ധയോടെ ജീവിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ചിത്രങ്ങൾ പടച്ചു വിടലല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഒരുപാട് എക്സിബിഷനുകൾ ഞാൻ നടത്താതിരുന്നത്. ഇപ്പോൾ 43 എൻ്റെ ആദ്യത്തെ സോളോ ഷോ. പിന്നെ ഞാൻ ആകെ ജീവിതത്തിൽ 3 സോളോ ഷോ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത സോളോ ഷോ വരുന്ന ന്യൂയോർക്കിലെ എൻ്റെ സോളോ ഷോ
തോമസ് ഹാർബറും ഗാലറിയിൽ വെച്ചിട്ടുള്ളത്. അത് ഇവർ തന്നെയാണ് ഫിനാൻസ് റിസോഴ്സും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തുള്ള ഷോ ആയിരുന്നു. പിന്നെ ഡൽഹിയിലുള്ള എൻ്റെ അടുത്ത സോളോ ഷോ, അങ്ങനെ 3 സോളോ ഷോയാണ് ഞാൻ ആ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗ്രൂപ്പ് ഷോകൾ. ആ ഷോകളുടെയൊക്കെ ഭാഗമായിട്ട് നമുക്കൊരുപാട് പിന്നെ യാത്രകൾ ആരംഭിക്കുകയായി വിദേശങ്ങളിലേക്ക്. ആദ്യം പോകുന്ന ജർമ്മനിലേക്കാണ്, പിന്നെ ന്യൂയോർക്കിൽ എൻ്റെ സോളോ ഷോ, പിന്നെ പല സ്ഥലം പിന്നെ പല യാത്രകളും അല്ലാതെയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻ്റെ എക്സിബിഷൻ അല്ലാതെ എൻ്റെ സുഹൃത്തുക്കളുടെ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടൊക്കെ ഈ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു ഏരിയ കടന്നു പോയിട്ടുള്ളത്. കൊച്ചി മുസ്രിസ് ബിനാലെ എന്ന് പറഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഒരു ദൃശ്യകലയുടെ, അത് പല മേഖലയിലാവും, നാടകത്തിൻ്റെ ബിനാലാവാം. പക്ഷെ ഇവിടെ നടക്കുന്നത് കൊച്ചി മുസ്രിസ് ബിനാലെ എന്ന് പറഞ്ഞാൽ വിഷ്വൽ ആർട്ടിൻ്റെ ദൃശ്യകലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബിനാലെ. അത് പ്രത്യേകിച്ച് 2 കലാകാരന്മാരാണ് അതിൻ്റെ ബേസിക് ഹാർഡ് വർക്കും അവരുടെ ആത്മാർത്ഥതയിലാണ് അത് നടക്കുന്നത്. പക്ഷെ അതിൽ എല്ലാ കലാകാരന്മാരും അത് മനസ്സിലാക്കി സഹകരിക്കുകയും അവരുടെ ശക്തി കൊണ്ട് മാത്രമാണ് പല എതിർപ്പുകളെയും അതിജീവിച്ച് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആർട്ടിസ്റ്റ് ആവാൻ തീരുമാനിക്കുന്നത് പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് ഒരു രസകരമായിട്ടൊരു സംഭവം എൻ്റെ പുറകിലുണ്ട്. കാരണം ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പ്രീഡിഗ്രിക്ക് ചേരുന്ന സമയത്തൊന്നും എനിക്ക് എന്താവണമെന്നോ ജീവിതത്തിൽ എന്നതാവണമെന്നോ ഒന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കോളേജിൽ പോകും, കോളേജിൽ ക്ലാസ്സിലൊന്നും കയറാറില്ല, അങ്ങനെ പോകണമെന്ന് മാത്രം. ഒരു സംഘമായിട്ട് നമ്മളിങ്ങനെ പല പല അനുഭവങ്ങൾ കൂടെ അങ്ങനെ പുറത്ത് കറങ്ങി നടക്കുന്നതല്ലാണ്ട് ജീവിതത്തിന് ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ക്യാമ്പ്, ഒരു NSS ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ സർവീസ് സ്കീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ട് തലക്കുളത്ത് പടിഞ്ഞാറ് വശത്താണ് ഒരു റോഡ് വിട്ട് നമ്മളത് ഒരു സംഘം ചെറുപ്പക്കാർ അതിന് നേതൃത്വം കൊടുത്തിരുന്നത് അവിടെ സുകുമാർ മാഷാണ്. സുകുമാർ മാഷാനെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നൊരു മാഷാണ്, മലയാളം പഠിപ്പിച്ചിരുന്നത് ആ കോളേജിൽ. അദ്ദേഹം ഒരു വളരെ പ്രത്യേകതയുള്ളൊരു മനുഷ്യനായിരുന്നു. കാരണം അത് വേറൊരു മാഷായിരുന്നില്ല, കുറേ കൂടി ഒരു വിദ്യാർത്ഥിനെ എന്തെങ്കിലും പഠിപ്പിച്ച് ശമ്പളം മേടിക്കാനുള്ളതല്ല, വിദ്യാർത്ഥികളെ അടുത്തറിയാനും
ക്ലാസ് എടുക്കുമ്പോൾ തന്നെ സാഹിത്യത്തിനെ കുറിച്ച് നല്ല ഡെപ്തിൽ അറിഞ്ഞുകൊണ്ട് സംസാരിക്കാനും പിന്നെ ഒരു മനുഷ്യസ്നേഹിയും ഒരു പുഞ്ചിരിക്കുന്ന മുഖമൊക്കെയുള്ളൊരു മനോഹരനായിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ഞങ്ങൾ അവസാനത്തെ ദിവസം ഈ ക്യാമ്പിൽ അവസാനത്തെ ദിവസം ഇങ്ങനെ വട്ടം ചേർന്നിരുന്നിട്ട് മാഷാണ് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഭാവിയിൽ എന്തായിത്തീരുന്നു, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് തുറന്നു പറയാം. ഇതുവരെ നിങ്ങൾക്ക് ആർക്കും തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും വേണമെങ്കിൽ ഇവിടെ തുറന്നു പറയാം. കാരണം ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, എന്തും പറയാം എന്ന് പറഞ്ഞു. ഇങ്ങനെ വട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വട്ടിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തർ അവർ പറഞ്ഞു, ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ഒരു ജേർണലിസ്റ്റ് ആവണം, ചില ആൾക്കാർക്ക് അതാവണം, ഇതാവണം, ടീച്ചറായാൽ മതി, ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കറിഞ്ഞൂടെ എന്ത് പറയണമെന്ന്. എനിക്കപ്പോഴും ഒരു തീരുമാനമൊന്നുമില്ല എൻ്റെ ഉള്ളിൽ, എന്താവണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അടുത്തേക്ക് എത്തി നിമിഷത്തിൽ ഞാൻ അറിയാതെ പറയുകയാണ്, ഞാനൊരു കലാകാരനാവാനാണ് തീരുമാനിച്ചത്. പക്ഷെ അത് മുൻകൂട്ടി ഞാൻ ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷെ നമ്മൾ വരയ്ക്കാറൊക്കെ ഉണ്ടായിരുന്നു, കോളേജിൽ കാർട്ടൂൺ വരയ്ക്കുക, പിന്നെ പല പല പരിപാടികൾ, സിനിമാടിമാരെ ഫോട്ടോ നോക്കി വരയ്ക്കുക, ചില വാട്ടർ ചെയ്യുക, അതൊക്കെ ചെയ്യുന്നു. പക്ഷെ കലാകാരനാവുക എന്ന് പറയുന്നത് ദൃഢനിശ്ചയം നമ്മൾ ഈ നിമിഷത്തിൽ നമ്മുടെ വായന അത് വീണോട് കൂടിയിട്ട് അതെന്തോ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു നിയോഗം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെസ്റ്റിനി, നമ്മുടെ ഒരു ജീവിതോദ്ദേശം വെടിവായ പോലെ നമ്മുടെ വായന വരികയാണ്. അത് ഞാൻ പറഞ്ഞ ഉടനെ, ഞാൻ കലാകാരനാണെന്ന് പറഞ്ഞ ഉടനെ സുമാരെ കുറിച്ച് പറഞ്ഞു, നല്ലൊരു തീരുമാനമാണല്ലോ, ബ്യൂട്ടിഫുൾ മാൻ. അങ്ങനെ ഒരു കലാകാരനാവാനുള്ള തീരുമാനം വളരെ മനോഹരമായിട്ടുള്ള തീരുമാനം. അത് പഠിക്കുകയും അതിൽ കൂടെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യണം. മാഷാണ് എന്നെ പറയുന്നത്. പക്ഷെ അതോടുകൂടി നമ്മുടെ ജീവിതം മാറണം. അത് ആ രാത്രിയോട് കൂടിയിട്ട് എൻ്റെ ലൈഫ് ആകാൻ മാറുകയാണ്. ആ നിമിഷം തൊട്ടുള്ള പിന്നീടുള്ള യാത്രയുടെ ഒരു പരിണിത പോലെയാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു കലാകാരനായിട്ടിരിക്കുന്നത്. കലാകാരനാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനിടയിൽ തന്നെ പറഞ്ഞു, ഇപ്പം നമുക്ക് പലപ്പോഴും ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കെയർ ചെയ്യാതിരുന്നതും അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടല്ല കലാകാരനാവും. ഞാൻ കലാകാരനാവാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിലും ഒരു ജോലിക്കാരനാവണം. അതുമായിട്ട് ഈ കലാകാരൻ്റെ ഈ യാത്രയ്ക്ക് യാതൊരു ബന്ധവുമില്ല. എന്ന് വിചാരിച്ച് കലാകാരൻ ജോലി എടുക്കാത്തവനാണെന്നല്ല, കലാകാരൻ മറ്റാരേക്കാളും ജോലി എടുക്കും. പക്ഷെ ആ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ യാത്രയാണ്. അവൻ ആ പ്രവൃത്തി കൂടെയാണ് അവൻ്റെ ലിബറേറ്റ് ചെയ്യുന്നു, അവൻ ട്രാൻസ്ഫോം ചെയ്യുന്നു, അവനെ തന്നെ പ്യൂരിഫൈ ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്ന ഒരു യാത്രയാണ് കലാകാരൻ്റെ. അതെന്ന് പറഞ്ഞാൽ ആ യാത്ര നമുക്ക് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ആനന്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് ഓരോ കറകളായി തെളിഞ്ഞ് മാറി പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ സ്വാതന്ത്ര്യം, നമുക്ക് അവസാനം വേണ്ടത് നമ്മളിൽ നിന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ആ ഒരു യാത്രയാണ് ഈ കലയെക്കൂടെ നമുക്ക് സാധ്യവും കംപ്ലീറ്റ് അർപ്പിച്ചിട്ടുള്ളൊരു യാത്രയാണ്. അല്ലാതെ നമ്മളൊരു തൊഴിലായിട്ട് ഇത് ചെയ്യുന്നത് മോശമാവില്ല. അപ്പം അതുകൊണ്ട് ഒരാൾ ജീവിച്ചു പോകുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു തൊഴിൽ. പക്ഷെ ഇത് ഇത്രയും മഹത്തരമായിട്ടുള്ളൊരു പ്രക്രിയയായി മാറുന്നത് ഈ സത്യാന്വേഷണമായിട്ട് ഉള്ളൊരു യാത്രയായി മാറുമ്പോഴാണ്. ആ യാത്രയാണ് ഏതൊരു മേഖലയിൽ കലാകാരനാവെന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കലല്ല, ചെയ്യുന്ന പ്രവൃത്തി കലാപരമായി ചെയ്യലാണ്. ആ കലാപരമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതൊക്കെ ഉള്ളടങ്ങുന്നുണ്ട്. നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് കലയുടെ പ്രശ്നം. എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ
അച്ഛൻ, അമ്മ, അനിയൻ, ചേച്ചി ഇവരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ അച്ഛൻ കുറച്ച് ദിവസം മുമ്പ് ശരീരം വിടുന്നു. അതിലനിയനും കുടുംബവും അവരൊക്കെ ആയിട്ട് ഇങ്ങനെ അച്ഛൻ അമ്മയൊക്കെ ഒരുമിച്ച് ഈ വീട്ടിൽ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിൽ താമസിക്കുന്നു. ചേച്ചി വളരെ അടുത്ത് തന്നെ ഉണ്ട്. അതാണ് എൻ്റെ ഈ പറയുന്ന കുടുംബം. അല്ലെങ്കിൽ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ കുടുംബമാണ്. മാതാവിനെ വന്ദിപ്പിൻ ജഗന്നിയെ വന്ദിപ്പിൻ മാതാവിനെ. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തല ചാച്ചും സുച്ചാദ്രി മണൽ തിട്ടാം പാദോപാദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ.